ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ നല്ല തനി നാടൻ രീതിയിലുള്ള ഒരു തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മീൻകറി വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു മീൻകറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ തിരുവിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം പുളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സിനെ ഞാൻ ഒരു മൺചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻകറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു മീഡിയം ടൈപ്പിൽ, ഒരുപാട് വെള്ളമായിപ്പോയാൽ മീൻകറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൽ മെയിനായിട്ട് ഈ ഒരു ഉലുവ, പച്ച ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. വറുത്തിട്ടൊന്നുമില്ല, പച്ച ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, ഒരു മീഡിയം ടൈപ്പിൽ നിന്നാൽ മതിയാവും. എന്നിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ അയല മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ആ ഒരു മീനും കൂടെ ആ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ച തേങ്ങ എടുക്കണം. നല്ല ഒരുപാട് ഉണങ്ങിയ തേങ്ങ എടുക്കാൻ പാടില്ല. ഉണങ്ങിയ തേങ്ങ വെച്ച് നമ്മൾ തേങ്ങാക്കറി മീൻകറി വെക്കുമ്പോൾ ആ ഒരു കറിക്കൊരു മധുരമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നല്ല പച്ച തേങ്ങ ഉണ്ടല്ലോ, ആ ഒരു തേങ്ങ എടുത്ത് നമ്മൾ കറി വയ്ക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-6 മിനിറ്റും കൂടെ മാത്രം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിപ്പൊടി ഇടാതെ ഞാൻ ഉണ്ടാക്കും, മല്ലിപ്പൊടി ഇട്ടും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു കറി ഞാൻ മല്ലിപ്പൊടി ഇടാതെയാണ് തയ്യാറാക്കിയത്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി രുചിയാണ്. ഒരിക്കൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. ആ ഒരു അരപ്പ് തിളച്ച് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അപ്പോൾ പച്ച ഉലുവ ചേർക്കുന്നതും ആ ഒരു കറിക്കൊരു പ്രത്യേക രുചി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പച്ച ഉലുവ ചേർത്തത്. ഉലുവാപ്പൊടി ചേർത്തും ഞാൻ തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കിടുക്കാച്ചി മീൻകറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മെഴുക്ക് പുരട്ടിയും അച്ചാറും ഈ ഒരു മീൻകറിയും കൂട്ടി കഴിക്കാൻ എന്താ ഒരു രുചിയായിരുന്നെന്ന് അറിയാമോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. നല്ല നാടൻ രീതിയിലുള്ള അയല മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.